ജീവിതം പോലെയാ. അതിൽ എത്രയോ കളേഴ്സ് ഉണ്ടാകും, എത്രയോ ടേസ്റ്റും ഉണ്ടാകും. ശരിയാണ് ശരിയാണ്, നീ പറഞ്ഞ കറക്റ്റാ. നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഓട്. ഹണിന്നാണോ വിചാരിച്ചേ? അത് ഞാൻ എന്തിനാ ഓടണമെന്ന് പറ. സ്വീറ്റി നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അവള് മാർക്കോ കഫേയിലാ ഉള്ളത്. എന്തേ? അതെ, ഇങ്ങനെ പോകാനാണോ പ്ലാൻ? ഒന്ന് റെഡി ആയിട്ട് പൊയ്ക്കോടെ. അയ്യോ സമയമില്ല, നമ്മുടെ ആളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല. ഞാൻ മാർക്കറ്റിൽ പോയി തുണിയും വാങ്ങിച്ചോണ്ട് പോകാം. എനി ഡൗട്ട്? ആ, ഇനി ശരിക്കും രസം ഉണ്ടാവും. മാഡം, അല്ല, അവൻ എവിടെ പോയി? കാത്തിരുന്നതിന് ശേഷം കണ്ടുമുട്ടിയാൽ അതിന്റെ സുഖം തന്നെ വേറെയാണ്. എനി ഡൗട്ട്? അടിപൊളി അടിപൊളി അടിപൊളി. ദേഷ്യപ്പെട്ട് സമാധാനിക്കുന്ന കളി എനിക്ക് വളരെ ഇഷ്ടമാണ്. എനി ഡൗട്ട്? എന്ത് ദേഷ്യം, എന്ത് സമാധാനം? നിനക്ക് എന്താ ബുദ്ധി ഇല്ലാതായോ? ഇവിടുന്ന് പോകുന്നുണ്ടോ? ഞാനൊരാളെ കാത്തിരിക്കാം. നീ എനിക്ക് വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്തത്? ഞാൻ എന്തിനാ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നേ? ഞാൻ കോഹ്ലിയെ കാത്തിരിക്കുന്നേ. ക്രിക്കറ്ററോ? അല്ല, അതൊന്നും അല്ല. ന്യൂസ് ചാനലിന്റെ സിഇഒ. ഓ അല്ല, സിഇഒ. വലിയൊരു ന്യൂസ് ചാനലിൽ എനിക്ക് ജോബ് ഇന്റർവ്യൂ ഉണ്ട്. ഡിസ്റ്റർബ് ചെയ്യാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ? ബണി, ആർക്കും നിന്നെക്കാളും നന്നായിട്ട് പ്രാങ്ക് ചെയ്യാൻ പറ്റില്ല. അതിനെ വിടില്ല ഞാൻ, വിടില്ല. പോപ്പട്ട് നീയോ? വാ, വന്ന് തണുത്ത കോഫി കുടിക്കേ. എന്റെ തലച്ചോറ് ചൂടായിരിക്കുന്നു. ഓൾഡ് കോഫി അതിനെ കൂളാക്കൂല. എനി ഡൗട്ട്? തലച്ചോറ് ചൂടായ മനുഷ്യനും ഇങ്ങനെ എല്ലാവരോടും ചൂടാവോ? എനിക്ക് തലച്ചോറില്ലാഞ്ഞത് ഏതായാലും നന്നായി. പക്ഷെ നിന്റെ അനിയുടെ അടുത്ത് നല്ല തലച്ചോറുണ്ട്. പിന്നെ ആ തലച്ചോറിന് ഞാനൊരു വഴിയാക്കുന്നുണ്ട്. എന്തു പറ്റി? ബന്നി എന്റെ വേദനിക്കുന്ന ഹൃദയത്തിലാണ് കൈവച്ചത്. അപ്പൊ അതിനോട് പറയാമായിരുന്നില്ലേ എന്റെ ഹൃദയം വേദനിക്കുന്നെന്ന്? അത് കൈവച്ചതിന് ശേഷമാണ് വേദനിക്കാൻ തുടങ്ങിയത്. ബന്നി എന്റെ അടുത്ത് ഒരു മോശമായ പ്രാങ്ക് ആണ് ചെയ്തിരിക്കുന്നത്. അതെ, പ്രാങ്ക്. ഇപ്പോഴൊക്കെ അത് എല്ലാരുമായിട്ട് പ്രാങ്ക് ചെയ്ത് വലിയ ശല്യം ഉണ്ടാക്കുന്നു. മാത്രമല്ല, ഒരു പ്രാവശ്യം ഞാനും അതിന് ബലിയായിട്ടുണ്ട്. നമ്മൾ ചെങ്കട്ടയ്ക്ക് പകരം പാറ കൊടുത്താലോ? നമ്മൾ ഒരു വലിയ പ്രാങ്ക് സ്റ്റാർ ആണെന്ന് അവന് കാണിക്കണം. അതെന്തേലും ആവട്ടെ പോപ്പട്ട്, ബണ്ണിയേക്കാളും വലിയ പ്രാങ്ക്സ്റ്റർ വേറെ ആരുമില്ല. അതിന് കാലം മറുപടി പറയൂ. എനി ഡൗട്ട്? ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. വേഗം എന്തെങ്കിലും ഒരു നല്ല പ്രാങ്കിനെ കുറിച്ച് അന്വേഷിക്കുക. അവൻ വരുന്നുണ്ട്, അവൻ വരുന്നുണ്ട്. നിനക്ക് ഞാൻ ഒരു പണി തരുന്നുണ്ട് പോപ്പട്ട്. ഞാനും നിന്നെ എടുത്തോളാം ജോർദാർ. ഞാൻ എന്തായാലും പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിഞ്ഞോ? എന്നാ ഇനിയെങ്കിലും നീ ഒന്ന് മിണ്ടാതിരിക്കും. അതെ, ഞാൻ വാക്ക് കൊടുത്തു എന്നാ പറഞ്ഞത്. ഞങ്ങളൊന്നും നിന്റെ ജോലിക്കാരല്ല. നീ വാക്ക് കൊടുത്തു വെച്ച് അതൊക്കെ ഞങ്ങൾ നിറവേറ്റാൻ വേണ്ടി. എന്റെ കൈ പൊക്കാൻ വെക്കരുത്. ഞാൻ കൈപൊക്കിയാലുണ്ടല്ലോ നീ ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. അല്ലല്ലോ, ഒരു മിനിറ്റ്. നിങ്ങൾ എന്താ ചെയ്യുന്നേ? എന്നെ ലഞ്ചിന് ക്ഷണിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരോട് വഴക്കിട്ട് കളിക്കാണോ? ഒന്നാലോചിച്ചോക്കെ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടാലേ നിങ്ങളുടെ അവസ്ഥ വളരെ മോശമാവും. പിന്നെ കോളനി പോകുമ്പോഴേ നിങ്ങൾക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. ആൾക്കാരൊക്കെ നിങ്ങളെ കണ്ട് ചിരിക്കും. ചിരിക്കട്ടെ, പക്ഷെ ഇതിനൊരു പാട് പഠിപ്പിച്ചേ തീരൂ ഞാൻ. ഹലോ, എന്താ പറ്റിയത്? ലഞ്ച് പ്ലാൻസ് ഒക്കെ എന്തായി? ഇവര് ലഞ്ച് കൊടുക്ക്. പാമ്പിന് പാല് കൊടുക്കുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എനി ഡൗട്ട്? നിനക്കെന്താ വട്ടായോ? നമ്മൾ പിസ്സ കഴിക്കാൻ പോവാണ്. പക്ഷെ അത് പാല് കൊണ്ടുള്ള പ്രൊഡക്റ്റ് അല്ലല്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരെങ്കിലും ഒന്ന് പറയോ? ഇതിന്റെ സുഹൃത്തിന്റെ ടെമ്പോയാണ്. ഇതിനെ ന്യൂ കോളനിയിൽ കൊണ്ടുപോയി വെക്കണം. ഇവനെ വിശ്വസിച്ച് ഞാൻ വാക്ക് കൊടുത്തുപോയി. പക്ഷെ ഇവൻ നിഷേധിക്കുന്നു. നീ എന്നോട് റിക്വസ്റ്റ് ചെയ്യണമായിരുന്നു, പക്ഷെ ഓർഡറാ ചെയ്യുന്നത്. ചിലപ്പോ എന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ സാധിച്ചാൽ നിന്റെ മുഖം പോലും ഞാൻ തിരിഞ്ഞു നോക്കൂലായിരുന്നു. എനി ഡൗട്ട്? എടാ പൂപ്പട്ടെ, ഒന്ന് വിട്ടുകളയടാ, ഞാൻ ഓടിക്കാന്നേ. താങ്ക് യു ബനെ, നീ എന്റെ വാക്ക് പാലിക്കാൻ സഹായിച്ചു. ഇനി നിന്റെ വാക്കൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അധികം ഇങ്ങനെ പറഞ്ഞു നടക്കണ്ട. നിങ്ങൾ റെസ്റ്റോറന്റിലേക്ക് വെക്കോ, ഞാൻ ഈ ടെമ്പോ ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് വന്നോളാം. ഓക്കേ.
അയ്യോ എന്റെ ടെമ്പോ പോയി. കള്ളൻ കള്ളൻ, ആരെങ്കിലും വന്നവനെ പിടിക്കേ. അവനൊരു കള്ളനാ, പിടിക്കേ. അയ്യോ എന്റെ ടെമ്പോ. ഇപ്പൊ അടിപൊളിയായിരിക്കാൻ പോകുന്നു. ടെമ്പോ ഓണർ ബന്നിയെ പിടിച്ച് അവനെ അടിയടിന്ന് അടിക്കാൻ പോകുന്നു. വാ ചെന്ന് നോക്കാം. അയ്യോ നിർത്ത്, വണ്ടി നിർത്ത്. എന്റെ ടെമ്പോ എടുത്തോണ്ട് പോവല്ലേ. അയ്യോ ആ ട്രക്ക് പോയി പിടിക്കേ. ദേ ആ പോകുന്ന ട്രക്ക്. നിക്കൂ, എന്റെ വണ്ടി. ദേ അവിടെ ഉണ്ട്, വരൂ. ട്രക്ക് നിർത്ത്. എന്ത് പറ്റി? കോൺസ്റ്റബിൾസ്, ടെമ്പോ മുഴുവൻ സെർച്ച് ചെയ്യ്. യെസ്, ഇൻഫർമേഷൻ കറക്റ്റ് ആയിരുന്നു. ഈ ടെമ്പോയിൽ ഗോൾഡ് കടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? ബണ്ണി, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഈ ടെമ്പോ എന്റേതല്ല. എന്റെ ദൈവമേ, ഇവിടെ മൊത്തം പണി പാളിയല്ലോ. വാ. ഇത് അയാളുടെ ട്രക്കാണ്, പിടിക്കൂ. അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചോണ്ട് പോ. ഇൻസ്പെക്ടർ പാണ്ട, ഞാൻ പറഞ്ഞത് വിശ്വസിക്കണം. ആ ടെമ്പോ എന്റേതല്ല. എനിക്കറിയാം നിന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. പക്ഷെ നിയമം തെളിവുകളെ മാത്രമേ വിശ്വസിക്കൂ ബണ്ണി. പാണ്ട സാർ. സാറേ, ആ ടെമ്പോ ഇയാളുടേതാണ്. നിന്റേതായിരുന്നോ? ഇല്ല സർ, ഞാനൊരു സാധാരണ ഡ്രൈവറാ. അകത്ത് എന്താ ഉള്ളത് എനിക്ക് എന്താ അറിയാനാ. അതാരുടെ സ്വർണമാണ്? അത് ഉരുളക്കിഴങ്ങ് ചേട്ടന്റെതാ. എന്ത് ഉരുളക്കിഴങ്ങ് ചേട്ടന്റേതോ? അപ്പൊ വെണ്ടയ്ക്കോ നീ ചേച്ചി എന്ന് വിളിക്കോ? ഉരുളക്കിഴങ്ങോ? പക്ഷെ ഉരുളക്കിഴങ്ങ് ഭയങ്കര അപകടകാരിയാണല്ലോ. ഭാഗ്യത്തിന് ബണ്ണി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഈ പോപ്പട്ടിന്റെ പ്രാങ്ക് കാരണം ബണ്ണി ഇന്ന് ജയിലിൽ പോകേണ്ടി വന്നേനെ. ബണ്ണി, നീ സൂക്ഷിക്കണം. ഉരുളക്കിഴങ്ങിന്റെ സാധനമാണ് പിടിയിലായത്. അവൻ നിന്നോട് ഉറപ്പായിട്ടും പ്രതികാരം ചെയ്യും. ശരി പാണ്ട സാർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഫ്രണ്ട്സ്, എന്നെ രക്ഷിക്കൂ. അയ്യോ, ബന്നിയെ ഉരുളക്കിഴങ്ങ് ആൾക്കാരെ പിടിച്ചോണ്ട് പോയേ. എനി ഡൗട്ട്. ഞാൻ അവരുടെ മണം പിടിച്ചേച്ച് അവരെ പുറകെ പോകാം. വരൂ. ആ, ഔ. തീർച്ചയായിട്ടും ബണി ഇവിടെ എവിടെയോ അടുത്തുണ്ട്. അങ്ങോട്ട് നോക്കൂ, ബണിയെ തട്ടിക്കൊണ്ടുപോയ വണ്ടി അതാ അവിടെ ഉണ്ട്. ഇപ്പോ എന്റെ കാല് പിടിച്ചിട്ട് എന്താടാ കാര്യം? ഏയ്, ഞാൻ താഴെ വീണതാ. നിന്റെ കാല് പിടിച്ചതൊന്നും അല്ല. ഈ ഉരുളക്കിഴങ്ങ് ചേട്ടന്റെ അടുത്ത് നീ വഴക്കിടുന്നോ? നീയാണോ ആ ഉരുളക്കിഴങ്ങ്? അതിന് ഞാൻ ചിപ്സായി മാറി നിനക്ക് കാണിച്ചു തരണോ? ഹണി പോപ്പട്ട് സോർദാർ, എന്നെ രക്ഷിക്കേ. ഉരുളക്കിഴങ്ങ് ചേട്ടാ, കോളിഫ്ലവർ ചേച്ചിയാണ് സത്യം. എന്റെ അനിയനെ ഒന്നും ചെയ്യില്ല, അവനെ വിട്ടേക്ക് പ്ലീസ്. ഇവൻ കാരണം എനിക്ക് കോടിക്കണക്കിന്റെ നഷ്ടമാണ് ഉള്ളത്. ഇനി ഇവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇല്ല, ഇതിൽ അവന്റെ തെറ്റോ ഒന്നും തന്നെ ഇല്ല. ഞാനാണ് ബണ്ണിയുടെ അടുത്ത് പ്രാങ്ക് ചെയ്തത്. എനി ഡൗട്ട്. ഇതിൽ ഞങ്ങൾ തെറ്റൊന്നുമില്ല. ആ ടെമ്പോയില് ഗോൾഡ് ഉണ്ടായിരുന്ന കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങളുടെ തെറ്റുമുണ്ട്. നിങ്ങൾ 3 പേര് കാരണോ ബണ്ണി എന്റെ ട്രക്ക് എടുത്തോണ്ട് പോയത്. എന്നിട്ട് അത് പോലീസിലും പിടിവിട്ടു. അതുകൊണ്ട് നിങ്ങൾ 3 പേരും തീർക്കാൻ പോവാ.
ശരി, ഒരു ചാൻസ് തരാം. നിങ്ങൾ എന്നെ കുറച്ചു നേരം എന്റർടൈൻ ചെയ്യണം. ഒരു പക്ഷേ നേരെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വിടാൻ പോകുന്നില്ല. ആ ഓക്കേ. എന്നാ ഡാൻസ് കളിക്കേ. ഇല്ല, കൊള്ളത്തില്ല. ശരി ശരി, 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 ഞങ്ങൾ ശരി, വേറെ വേറെ ഡാൻസ് കളിക്കാം. കളിക്കാം. ഒട്ടും ശരിയാവുന്നില്ല. ഒട്ടും കൊള്ളില്ല. ശരി, വിട്, ഞാൻ നിങ്ങളെ കൊന്നേക്കാം. ഇപ്പോഴാണ് ഗുണ്ടയതിനു ശേഷം കുറെ നാളത്തേക്ക് ശേഷം ഇത് കളിക്കാൻ പറ്റിയത്. ബണ്ണിയോട് എന്നെ പ്രാങ്ക് ചെയ്തല്ലേ? ഈ ബണ്ണി എല്ലാരെക്കാളും വലിയ പ്രാങ്സ്റ്ററാ. എന്ന് വെച്ചാ ഇത് പ്രാങ്ക് ആണോ? അതെ, ഹണി മുഖേന നിന്റെ പ്രാങ്കിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ തോത്താറാമിനെ വിളിച്ചെല്ലാം പറഞ്ഞു. മണ്ട, ഞങ്ങളൊക്കെ എത്ര ടെൻഷൻ ആയെന്ന് അറിയോ നിനക്ക്? നിന്നെ അഭിനന്ദിച്ചേ മതിയാവൂ അനിയ. പ്രാങ്കിന്റെ കാര്യത്തിൽ നീ കിങ് ആണ്. എനി ഡൗട്ട്? ഹലോ, പറയൂ ഇൻസ്പെക്ടർ പാണ്ട. ബണ്ണി, ഇനി നീ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ടെമ്പോക്കാരൻ തന്ന അഡ്രസ് വെച്ച് ഞങ്ങൾ ആ ഉരുളക്കിഴങ്ങിനെ ഇന്ന് അറസ്റ്റ് ചെയ്തു. ഇനി നിനക്കൊരു അപകടവുമില്ല. ഓക്കെ, എന്ത് പറ്റി? ശരിക്കുള്ള കള്ളനെ പിടിച്ചോ എന്ന്. അയ്യോ, ഈ ഒരു പ്രാങ്ക് ചെയ്തോണ്ട് എന്തൊക്കെ ലാഭമാണ് ഉണ്ടായത് നോക്കിയേ.